റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. വിദ്വേഷ പ്രചരണം നടത്തിയ സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്നും അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് പരസ്യത്തിലൂടെ ചെയ്തതെന്നും MP രാജേഷ് പറഞ്ഞു. വിവാദമായ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി MP രാജേഷ്. പ്രധാന 2 പത്രങ്ങളിൽ LDF നൽകിയ പത്രപരസ്യം വിവാദമായിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മറ്റൊരു രീതിയാണ് പാലക്കാട് ഇത്തരത്തിലുള്ള പത്രപരസ്യം എന്ന് ഷാഫി പറമ്പിൽ നൽകിയ മറുപടിക്ക് പിന്നാലെയാണ് MP രാജേഷിന്റെ പ്രതികരണം. പാലക്കാട് നഗരസഭയിലെ BJP കോട്ടകളിൽ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ കൊടി ഉയരുമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ജാംബോവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്ന പരാമർശത്തിൽ ഷാഫി പറമ്പിൽ മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ ID കാർഡ് നിർമ്മിച്ച അതേ ആളുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുള്ളത് എന്ന് പരസ്യം പോലെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഒരു ബൂത്തിൽ പോലും ഒരു കള്ളവോട്ട് പോലും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് മന്ത്രി MP രാജേഷ് പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അപ്പൊ ഈ വിദ്വേഷ പ്രചരണം നടത്തിയ ആളെയല്ലേ അവർ സ്വീകരിച്ചത്? ഞങ്ങളാണോ നടത്തിയത്? സന്ദീപ് വാര്യരല്ലേ വിദ്വേഷ പ്രചരണം നടത്തിയത്? അപ്പൊ അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ? അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം, അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ? ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ആദ്യം ഷാഫി പറമ്പിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ. ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതാണോ എന്ന അഭിപ്രായം തന്നെയല്ലേ ഷാഫി പറമ്പിൽ? അതുകൊണ്ടല്ലേ മിണ്ടാത്തത്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും ചോദിച്ചു? ഞാൻ പറയുന്നു, ബാബറി മസ്ജിദ് തകർത്ത് ജാംബവാനല്ല, നരസിംഹറാവു. പാവം ജാംബവാനെ കൊടുക്കുന്നത്. കവാടങ്ങൾ തുറന്നു കൊടുത്തത് ജാംബവാനായിരുന്നില്ല, രാജീവ് ഗാന്ധിയായിരുന്നു. ശിലാന്യാസം അനുവദിച്ചതും അതിനും ജാംബവാൻ ഒരു പങ്കുമില്ല, രാജീവ് ഗാന്ധിക്കാണ് പറഞ്ഞത്. അതുകൊണ്ട് ജാംബവാനെ വെറുതെ വിടില്ല. അപ്പൊ ഇരട്ട വോട്ട്, കള്ളവോട്ട് ചേർത്തത് ആരാന്ന് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. ഇപ്പൊ വ്യക്തമായല്ലോ, ഇപ്പൊ പൂച്ച് പുറത്ത് ചാടിയല്ലോ. ആരാണ് കള്ളവോട്ട് ചേർത്തത് എന്നും കള്ളവോട്ടിന്റെ ഗുണഭോക്താവ് ആരാണ് എന്നും ഇപ്പൊ പുറത്ത് ചാടി. വ്യാജക്കാർ ഉണ്ടാക്കിയ അതേ വിദ്വാൻമാരാണ് കള്ളവോട്ടും ചേർത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് കുറച്ച് പ്രയാസമുണ്ടാവും. ഒരു കള്ളവോട്ടും ചെയ്യാൻ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്വമാണ്. തെരഞ്ഞെടുപ്പ് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ തടയുക. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.